ഹലോ ഭായ്, ഞാൻ ഉണ്ണികൃഷ്ണനാണ്. നമ്മുടെ തിരുവനന്തപുരം വെബ് സീരീസിലെ 15ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനെന്നുള്ളത് നമ്മുടെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അടുത്തുള്ള ഹോട്ടൽ അരുണയിലാണ്. ഈ ഹോട്ടൽ തുടങ്ങിയിട്ട് ഏകദേശം 63 വർഷത്തോളമായിട്ടാണ്. ഞങ്ങളുടെ കുഞ്ഞുനാൾ പോലെ ഞങ്ങൾ ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്നാണ്. ഇതൊരിക്കലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കല്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട് കുറച്ച് ബ്രേക്കായിപ്പോയി. കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിറ്റിയിലെല്ലാം ഈവനിങ് മഴയായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ഡിലേ ആയത്. അപ്പോൾ ഇനി വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്, കാണാൻ മറക്കല്ലേ. ഞാനെത്തിയത് വൈകുന്നേരം 5:30 മണിയോടെ അടുപ്പിച്ചാണ് കേട്ടോ. എപ്പോഴും വന്നാലും ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാണ്. രാവിലെ ഒരു 8 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി 10:30 മണി വരെ ഈ കട പ്രവർത്തിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റാഫാണ് കേട്ടോ. ഒരുപാട് സ്റ്റാഫുണ്ട് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോഴും അവർ റെഡിയാണ് കേട്ടോ. വൈകുന്നേരം 5:30 മണിക്ക് കാണുന്ന ഒരു തിരക്കാണ് കേട്ടോ ഇവിടെ മെനുവിൽ ഒരുപാട് ഐറ്റംസ് അവർ സെർവ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ സാധാരണ ഫാമിലിയായിട്ടാണ് വരാറുള്ളത്. മിക്കവാറും സിറ്റി പോകുന്ന സമയത്തെല്ലാം ഫാമിലിയായിട്ടാണ് ഇവിടെ കഴിക്കാറുള്ളത്. അപ്പോൾ കൂടുതൽ കഴിക്കുന്നത് ഇവിടുത്തെ നെയ്റോസ്റ്റാണ്. നെയ്റോസ്റ്റാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷ്. പിന്നെ ചെന്നാവട്ടൂരയും കുഴപ്പമില്ലാത്തൊരു ഡിഷാണ്. അപ്പോഴേക്കും ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള അവരുടെ സ്പെഷ്യൽ നെയ്റോസ്റ്റ് എത്തിയായിരുന്നു. നെയ്റോസ്റ്റിൻ്റെ റേറ്റ് വരുന്നത് 95 രൂപയാണ്. അത്യാവശ്യം വലിയൊരു നെയ്റോസ്റ്റാണ് കേട്ടോ. നല്ല നെയ്യുടെ മണമൊക്കെ നമുക്ക് നല്ലതുപോലെ സ്മെല്ല് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത ചെന്നാ ഭട്ടൂരയാണ്. ഈ ഒരു ചെന്നാ ഭട്ടൂരയുടെ റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. അത്യാവശ്യം കറികളെല്ലാം അവർ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് അവരുടെ സ്പെഷ്യലാണ് കേട്ടോ. ഇത് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഡിഷാണ്. ചെന്നാ ഭട്ടൂര അത്യാവശ്യം നല്ല ചൂടോടുകൂടിയാണ് അവർ ടേബിളിൽ സെർവ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ചെന്നാ ഭട്ടൂര കേട്ടോ. നല്ല വലുതായിട്ടുണ്ട്. ഇത് കാരണമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇതിൻ്റെ ടേസ്റ്റും വ്യത്യാസമാണ് കേട്ടോ. പിന്നെ അവരുടെ കറികളെല്ലാം ഏകദേശം 4 ഐറ്റം കറികളുണ്ട്. ഇതാണ് അവരുടെ സ്പെഷ്യൽ മസാല കറിയാണ്. ഇത് ചമ്മന്തിയാണ്. ഇത് അവരുടെ മസാലയാണ്. ഇത് നമ്മുടെ റൈത്തയാണ് കേട്ടോ. അപ്പോൾ ഇതിലാണ് ഈ ഒരു ഡിഷിൽ വരുന്നത്. റേറ്റ് വരെ 100 രൂപയാണ്. 100 രൂപയ്ക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള നെയ് റോസ്റ്റാണ് കേട്ടോ. നെയ് റോസ്റ്റിൻ്റെ വില വരുന്നത് 95 രൂപയാണ്. അത്യാവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിൻ്റെ കൂടെയും നമുക്ക് ഒരു ടൊമാറ്റോ ചട്നി ഉണ്ട്. പിന്നെ സാധാ ഒരു തേങ്ങ ചട്നി ഉണ്ട്, സാമ്പാർ, പിന്നെ വടയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കാം. പ്രത്യേകിച്ച് പറയില്ല, നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം രണ്ടും എങ്ങനെയാണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് ആദ്യം ട്രൈ ചെയ്യുന്നവർ ചെന്നാ ഭട്ടൂര. നമുക്കിത് പൊട്ടിക്കാം. അത്യാവശ്യം ചൂടുണ്ട് വേണ്ട. അപ്പോൾ അതിൻ്റെ ആ ഒരു എയർ പോയി കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു 4 പൂരിയുടെയൊക്കെ ഒരു സൈസ് വരും കേട്ടോ. അത്യാവശ്യം നല്ല സ്മൂത്താണ് കേട്ടോ. ഞാൻ കുറച്ചെടുക്കുക. എനിക്ക് ഇവരുടെ മസാലയാണ് ഇഷ്ടം. ജസ്റ്റ് ഒന്ന് ഒരു മസാല എടുക്കുക. മസാല നല്ല സോഫ്റ്റാണ് കേട്ടോ. ഈ ഒരു ഭട്ടൂര ആയിരുന്നാലും നല്ല സ്മൂത്താണ്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോൾ നല്ല ചൂടാണ്. ഞാൻ വീഡിയോ ഇപ്പോൾ എടുക്കാൻ തുടങ്ങി കുറേ സമയം, അതുകൊണ്ട് ചെറിയൊരു ചൂട് കുറവുണ്ട്. എങ്കിലും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. 100 രൂപയ്ക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്ക് ഒരാൾക്ക് വേറെ വിൽക്കാൻ പറ്റുന്ന അത്ര ക്വാണ്ടിറ്റി ഉണ്ട് 100 രൂപയ്ക്ക്. ഇനി നമ്മൾ അവരുടെ കുറച്ച് സ്പെഷ്യൽ മസാല കറിയുണ്ട് കേട്ടോ. അതാണ് ട്രൈ ചെയ്യുന്നത്. ഇതവരുടെ ചെന്ന സ്പെഷ്യലാണ് കേട്ടോ. ആ ലേശം എടുക്കുക. ചന്നയാണ് കിടിലൻ ടേസ്റ്റ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മസാലയാണ്. നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ടേസ്റ്റാണ് ചെന്നൈക്ക് വരുന്നത്. ചെന്നൈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണെങ്കിലും ഇവിടെ കിട്ടുന്ന മസാലയിൽ നല്ല കിടിലൻ മസാലയാണ് ഈ ഒരു ചെന്നൈയിൽ അവർ യൂസ് ചെയ്യുന്നത് കേട്ടോ. അടിപൊളിയാണ്. പിന്നെ അത്യാവശ്യമുള്ള കറികളൊക്കെ ഉണ്ട്. ആവശ്യമുണ്ടെങ്കിൽ അവർ കറി റീഫിൽ ചെയ്ത് തരും കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇതെന്തായാലും സൂപ്പറാണ്. നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട പറ്റാണ്. പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട കറി റൈത്തയുടെ കൂടെ കഴിക്കാനാണ്. റൈത്തയും ഇതായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നമുക്ക് നെയ് റോസ്റ്റ് ടേസ്റ്റ് ചെയ്താൽ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന നെയ് റോസ്റ്റാണ് ടേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. നെയ് റോസ്റ്റ് നല്ല ക്രിസ്പിയാണ്. അത് കണ്ടോ, നമ്മൾ എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ വീഡിയോ എടുക്കാൻ കുറച്ച് താമസം കൊണ്ട് നമുക്ക് ചെറിയൊരു ചൂട് കുറവുണ്ട്. എങ്കിലും അവർ ചൂടോടെ സെർവ് ചെയ്യുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്യുന്ന അവരുടെ ആ ഒരു ടൊമാറ്റോ ചട്നിയാണ്. ആ ചട്നി ടേസ്റ്റ് എടുക്കുക. അതെ, ടൊമാറ്റോ ചട്നിയാണ് നമ്മൾ സ്ഥിരം കഴിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ടേസ്റ്റ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ
പിന്നെ ലേശം തേങ്ങ ചട്നി കൂടെ അല്ല, തേങ്ങ ചട്നിയൊക്കെ നല്ലപോലെ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അവരുടെ സാമ്പാർ പിന്നെ സാധാരണ എല്ലാ വെജിറ്റേറിയൻ ഹോട്ടലിലും നല്ല ടേസ്റ്റാണ്. ഞാൻ പ്രത്യേകിച്ച് എല്ലാത്തിലും പറയാറുണ്ട്. അപ്പോൾ ലേശം നെയ്റോസ്റ്റും സാമ്പാറിലോട്ട് ജസ്റ്റ് നിൽക്കുക. സാമ്പാർ വേറെ ലെവലാണ് കേട്ടോ, രക്ഷയില്ല. എല്ലാ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലെ സാമ്പാർ കിടുതാണ്. ഒരു പ്രത്യേക ഒരു രീതിയിലാണ് അവരത് കുക്ക് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. നെയ്യൊക്കെ അടിപൊളിയായിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഈ വട, അതായത് ഉഴുന്നുവട, അവർ അതത് സമയത്ത് ഫ്രഷായിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ. അതുകൊണ്ട് ഉഴുന്നുവട നമുക്ക് അത്യാവശ്യം നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാൻ പറ്റും. ഉഴുന്ന് നല്ല ക്രിസ്പിയാണ്, ചൂടോടെ ചെയ്ത് തരുന്നതുകൊണ്ടാണ്. ശിവാനി ബട്ടൂർ എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? ശിവാനിയാണ് സ്ഥിരം ബട്ടൂര കഴിക്കുന്നത്. ബട്ടൂര ഇഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ അതാണ് ഞാൻ ശിവാനി കഴിക്കാൻ കൊടുത്തത്. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തേ ഉള്ളൂ. നല്ല അടിപൊളിയല്ലേ? ഒരു ഹോട്ടൽ 63 വർഷമായിട്ട് ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് സ്പെഷ്യലായിട്ട് ഫുഡ് കൊടുക്കുകൊണ്ടായിരിക്കാം എപ്പോഴും വന്നാലും തിരക്കാണ് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 20 വർഷമായിട്ട് ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ധൈര്യമായിട്ട് ഇവിടെ വന്ന് കഴിക്കാം. ഒരുപാട് പേർക്ക് അറിയാവുന്നൊരു ഹോട്ടലും കൂടെയാണ്. ഉച്ചയ്ക്ക് ഊണൊക്കെ ഉണ്ട് കേട്ടോ. ഊണൊക്കെ നല്ല കാരി മീൽസാണ് അവർ സെർവ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. ഇവിടെ സ്പെഷ്യലായിട്ട് 2 കോഫി ഉണ്ട്. ബ്രൂ കോഫി 25, സാധാരണ കോഫിയുടെ റേറ്റ് 22 രൂപയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് വാങ്ങിച്ച് കഴിക്കണം. പിന്നെ കോഫി വാങ്ങിച്ച് കുടിച്ചിട്ട് റേറ്റ് കൂടി മാത്രം പറയില്ല. അപ്പോൾ ഇത് ഞാൻ സാധാരണ കോഫിയാണ് വാങ്ങിച്ചത്, വിത്തൗട്ടാണ്. വിത്തൗട്ട് കോഫി നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? ഭയങ്കര ടേസ്റ്റാണ്. കുറച്ച് ലൈറ്റായിട്ട് കുടിക്കണം. അല്ല, വിത്തൗട്ട് കോഫി കുടിച്ചിട്ടുണ്ടോ? കുടിച്ച് നോക്കണം കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ശിവാനിക്ക് വാട്ടർമെലൻ്റെ ജ്യൂസാണ് കേട്ടോ. ശിവാനിക്ക് ജ്യൂസാണ് എപ്പോഴും ഇവിടെ വന്നാൽ ഇഷ്ടം. ഇവിടെ അല്ല, ഇവിടെ പോലെ ശിവാനിക്ക് ജ്യൂസാണ് ഇഷ്ടം. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അവരുടെ ചന്ന ഭട്ടൂരയാണ് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഐറ്റം. നെയ് റോസ്റ്റും കിടിലമാണ്. അത്യാവശ്യത്തിനുള്ള റേറ്റ് മാത്രമേ ഉള്ളൂ. റേറ്റ് മിക്കവാറും വെജിറ്റേറിയൻ ഹോട്ടലിൽ കുറച്ച് കൂടുതലായിരിക്കും. നിങ്ങൾ അത് നോക്കി നിൽക്കണ്ട. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വെജിറ്റേറിയൻ ഹോട്ടലിലെ ഫുഡിനൊക്കെ നല്ല റേറ്റാണ്. അത്യാവശ്യം റേറ്റ് എല്ലായിടത്തും ഉണ്ട്, പ്രത്യേകിച്ച് സിറ്റിയിലുള്ള കടയായതുകൊണ്ട്. മുമ്പുള്ള വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വെബ് സീരീസിൻ്റെ 14ാമത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് കാണണം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് നല്ല രീതിയിലുണ്ട്. വെജിറ്റേറിയൻ ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇനി സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരുപാട് വെജ് ഹോട്ടലുകൾ പരിചയപ്പെടുത്താനുണ്ട്. അപ്പം തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്. അടുത്തൊരു വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും ബൈ.